ഞാനിപ്പോൾ എടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്കോടിയിൽ നിന്ന് നന്ദിയിലേക്ക് പോകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥ കേട്ടോ. നമ്മൾ റോഡിൻ്റെ അവസ്ഥ പിന്നെ പറയാൻ നിൽക്കേണ്ട. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല അവസ്ഥയാണ്. ഇതിൻ്റെ മുമ്പ് പുതിയ റോഡ് വരുന്നതിൻ്റെ മുമ്പ് ഇത്ര വലിയ അവസ്ഥയില്ലെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ 20-ാം മൈൽസിലത്തെ വെള്ളമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലോ വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നില്ലേ, അതേമാതിരിയുള്ള അവസ്ഥ. ബസ് പോകുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഒരു വണ്ടിക്കാരന് സൈഡിൽ കൂടി പോകുന്നവരെ ഒന്ന് സ്ലോ ആക്കാൻ പറഞ്ഞാൽ പോലും ബസ്സുകാർ സ്ലോ ആക്കാത്തൊരു അവസ്ഥയും കൂടി ഉണ്ട്. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചുകൊണ്ട് ഓൽക്ക് സമയത്തിന് എത്തിയമാണല്ലോ. എഞ്ചിനീയർ അടിപൊളി ആയതിനെ കൊണ്ടാണ് ഇത്രയും വെള്ളം ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, എന്നിട്ട് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ഇങ്ങ് തരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് വേറെ ഏടല്ല കേട്ടോ, കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്കടുത്തുള്ള തിക്കോടി നന്ദി എന്ന് പറയുന്ന റോഡിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. ഇതൊക്കെ പുതിയ റോഡാണ്, നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. എല്ലാം പുതിയ റോഡാണ്. അതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് റോഡ് എടുത്ത പാകാടിന് നമ്മൾ നന്ദി എന്തായാലും പറയണം. പിന്നെ ലാസ്റ്റ് കാണുന്നത് നമ്മൾ എന്താക്കുന്നുണ്ട്, പാലം അടിപ്പാത കാണുന്നുണ്ട്. ആടെ പറ്റിയൊരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാറി നിൽക്കാൻ പറ്റിയൊരവസ്ഥ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ചോര്, നമ്മൾ ചോർച്ചാന്നൊക്കെ പറയില്ല, അതേമാതിരി ചോരൊക്കെ ചെയ്യുന്ന റോഡാണ്. ഇതിലേ പോകുമ്പം ഈ കാണുന്ന കുണ്ടിലടക്കം വലിയൊരു കുണ്ട് വെച്ചിട്ട് അതിലടക്കം ആൾക്കാർ വീണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് പോവുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഫുൾ വീഡിയോ കണ്ടിട്ട് മടങ്ങാം. ഓക്കെ. Thank you.